ആൻഡ് Gyromic യൂസ് ചെയ്യുന്ന ഈ ഒരു ഹെഡ്ഫോൺ നിങ്ങൾ 3000 രൂപ കൊടുത്ത് ഒരിക്കലും പർച്ചേസ് ചെയ്യരുത്. ഇതിലെ ഫീച്ചേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളത്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബോട്ടിന്റെ Nirvana 75 ANC ഹെഡ്ഫോൺ ആണ്. ആൻഡ് ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ഹെഡ്ഫോണിന്റെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഫോൾഡബിൾ ഡിസൈൻ വരുന്ന ഹെഡ്ഫോൺ, നെക്സ്റ്റ് ആയിട്ട് യൂസർ മാനുവൽ കാർഡ് ആൻഡ് ചാർജിംഗ് കേബിൾ, 3.5mm ഓഡിയോ ജാക്കും, ഫൈനലായിട്ട് ഇത് ക്യാരി ചെയ്യാൻ വേണ്ട ഒരു ക്യാരി ബാഗും ആണ്. ആൻഡ് ഇതാണ് ബോട്ടിന്റെ ഫോൾഡബിൾ ഡിസൈനോടൊപ്പം മാറ്റ് പ്ലാസ്റ്റിക് ബിൽഡിൽ വരുന്ന ഹെഡ്ഫോണിന്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ മെയിൻ ആയിട്ട് തോന്നിയ ഒരു പ്രശ്നമാണ്, നമ്മൾ ഫസ്റ്റ് ടൈം കയ്യിലെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുമെങ്കിലും കുറെ നേരം നമ്മൾ ഒരു ഹെഡിൽ ഈ ഒരു ഹെഡ്ഫോൺ വെക്കുന്ന സമയത്ത് വേദന പോലെ തോന്നാറുണ്ട്. അതായത് എന്തൊരു വെയിറ്റ് ഉള്ള സാധനം നമ്മുടെ തലയിൽ വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സോ അതാണ് എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ബിൽഡ് ക്വാളിറ്റി വൈസ് എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കി ഇതിന്റെ ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് ഈ ഒരു ഹെഡ്ഫോൺ ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഇനി ഇതിന്റെ മെയിൻ ഫീച്ചർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. മ്യൂസിക് ക്വാളിറ്റിക്ക് വേണ്ടി 40mm ഡ്രൈവേഴ്സിനോടൊപ്പം ബോട്ടിന്റെ സിഗ്നേച്ചർ സൗണ്ട്, ഡുവൽ EQ മോഡ്, അതിൽ 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നീ ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് 32 dB നിന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത്. അതിനകത്തുള്ള മ്യൂസിക് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ബേസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ കിട്ടുവാണെങ്കിൽ അയാൾ ഇത് വലിച്ചെറിയും. കാരണം ഇതിനകത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ള മ്യൂസിക് ക്വാളിറ്റി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ലോവർ ആയിട്ടുള്ള ബേസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 90% ഒക്കെ വോളിയം വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ചെറിയ രീതിക്കുള്ള ബേസ് മാത്രമേ ലഭിക്കത്തുള്ളൂ. സോ ഫ്ലാറ്റ് മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും ഈ ഒരു ഹെഡ്ഫോൺ ഇഷ്ടപ്പെടും. ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡഡ് അല്ല. എന്നാൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റേഷൻ ആയാലും വോക്കൽസ് ആയാലും ഒക്കെ അത്യാവശ്യം നല്ലപോലെയാണ് ഇതിനകത്ത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഫ്ലാറ്റ് മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഹെഡ്ഫോൺ റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. ആൻഡ് മ്യൂസിക് ക്വാളിറ്റിയോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിനകത്തിലെ മൈക്രോഫോൺസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ENX ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോഫോൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കോളിംഗ് ക്വാളിറ്റിയോടെ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ഒരു ഹെഡ്ഫോൺ ഒരിക്കലും ട്രാവൽ ചെയ്തുകൊണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ഫോൺ അല്ല. ഡീസെന്റ് പെർഫോമൻസ്, അതായത് നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നോയ്സ് ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ കോൾ ചെയ്യുന്നെങ്കിൽ അത്യാവശ്യം ഡീസെന്റ് ഉള്ള പെർഫോമൻസ് ആണ് കോളിംഗ് ക്വാളിറ്റിയോടെ ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് എനിക്ക് ഒരു ഹെഡ്ഫോണിനകത്ത് ഇഷ്ടപ്പെടാത്ത മറ്റൊരു ഫീച്ചറാണ്, ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഹെഡ്ഫോണിനകത്ത് നമുക്ക് ടച്ച് കൺട്രോൾ പാനൽസിന് പകരം ബട്ടൺ കൺട്രോൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടച്ച് കൺട്രോൾ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയോടെ ഫീൽ ചെയ്യുന്നതായിരിക്കും. എന്നാൽ അതിന് പകരം ബട്ടൺ കൺട്രോൾസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഇതിന്റെ കണക്ടിവിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ഡുവൽ കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് വഴി വയർലെസ് ആയിട്ടും അതുപോലെ ഓക്സ് കേബിൾ വഴി വയർഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫൈനലായിട്ട് ANCയും അതുപോലെ മറ്റ് ഫീച്ചേഴ്സിൽ വരുന്ന ഈ ഒരു ഹെഡ്ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ യൂസ് എങ്ങനെയാണോ അതനുസരിച്ചാണ് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നത്. ആൻഡ് എന്റെ ഒരു പേഴ്സണൽ യൂസ് അനുസരിച്ച് ANC ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നെങ്കിൽ രാവിലെ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് റീചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഒരു 1 day ഒക്കെ അത്യാവശ്യം നല്ലപോലെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. അതല്ല വിത്തൗട്ട് ANCയിലോടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു 2 daysന്റെ ഒക്കെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. സോ ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു യൂസ് അനുസരിച്ചാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നത്. ആൻഡ് ഫൈനലി ബോട്ടിന്റെ ഈ ഒരു ഹെഡ്ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ബാറ്ററി ബാക്കപ്പും എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 3000 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഹെഡ്ഫോൺസ് ലഭിക്കുവാണെങ്കിൽ നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ട് വൃത്തിയായിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല, അതല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ല ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫ്ലാറ്റ് ലവേഴ്സ് ആയിട്ടുള്ള, അതായത് ഫ്ലാറ്റ് സൗണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിട്ടുള്ള ഒരു ഹെഡ്ഫോൺ ആണിത്. ബേസ് ലവേഴ്സ് ഇത് ഒരിക്കലും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് അല്ല നിങ്ങൾക്ക്. സോ ഫൈനലി അതൊക്കെയാണ് ബോട്ടിന്റെ ഈ ഒരു ഹെഡ്ഫോണിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.